എനിക്ക് ഇവിടെ കിട്ടിയ അനുഭവത്തെയൊക്കെ പ്രധാനമായിട്ട് പറയാനുള്ള ബ്രദർ ഉണ്ടാക്കിയ സങ്കീർത്തനങ്ങളുടെ ഗാനം മൂലം ഒരാൾ വിഷമിക്കുന്നുണ്ടായിരുന്നു കുറേ നാളായിട്ട്. അതിന് പരിഹാരമായിട്ട് ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത്. എൻ്റെ ഭർത്താവ് ബ്രദറിൻ്റെ എല്ലാ ധ്യാനവും കൂടിക്കൊണ്ടിരുന്നത്, ഞാനും കൂടിയിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ച് നടത്തിയ 2 കൺവെൻഷനും പൂർണ്ണമായിട്ട് സഹകരിച്ചതാണ്. അന്ന് ബ്രദറിൻ്റെ കാസറ്റൊക്കെ മുഴുവൻ വിറ്റ് കൊടുത്തത് ഞങ്ങളും എൻ്റെ ഒരു കൂട്ടുകാരിയും കൂടെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ ചെയ്തതാണേലും എപ്പോഴും ഞാൻ വിചാരിക്കും ബ്രദറിൻ്റേത് ഒത്തിരി കട്ടി കൂടിയ വാചകമാണ്, എനിക്കത് ദഹിക്കുകയില്ലെന്ന് പറയും. എന്നോട് ഇടയ്ക്കിടയ്ക്ക് സങ്കീർത്തനം ഇങ്ങനെ എപ്പോഴും വീട്ടിൽ വെക്കും. രാത്രി കിടക്കുമ്പോൾ ഫുൾ ടൈം വെച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഇതല്ലാതെ വേറെ വല്ല പാട്ടോ ഓഡിയോ ബൈബിളോ ഒക്കെ വെക്കാൻ പാടില്ല എന്ന് ചോദിക്കും. പക്ഷെ പുള്ളി വെക്കും. ഞാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ലെന്നറിയാം, എങ്കിലും ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, നിന്നെ എനിക്ക് ഒന്നുകൂടെ വിടണം തോമസ് പോളിൻ്റെ ധ്യാനത്തിനെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ഞാൻ പോകുകയില്ല, എനിക്ക് ദഹിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിരുന്നിട്ട് വീട്ടിൽ ഇത് സങ്കീർത്തനം വെച്ചുകൊണ്ട് കിടക്കുമ്പോൾ ചില ദിവസമൊക്കെ ഞാൻ ഉറങ്ങിക്കഴിയുമ്പോൾ പുള്ളി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനത് ഓഫാക്കും. ഇല്ലെങ്കിൽ ചില ദിവസം ഞാൻ ചോദിക്കും, ഇത് ഇത്തിരി കൂടി സ്ലോയിൽ വെക്കാൻ മേലെന്ന് പറയും. ഇത് മിനിമം ഞാൻ വെച്ചിരിക്കുന്നത്, ഇനി അങ്ങനെ കുറയ്ക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ പുള്ളിയുടെ കൂടെ വരുമ്പോഴേ എന്നോട് പറഞ്ഞായിരുന്നു, നമുക്കിതൊരു നല്ല അനുഗ്രഹമായിരിക്കും ഈ ധ്യാനെന്ന്. പുള്ളിയുടെ ആഗ്രഹവും കൂടെ നടക്കണമല്ലോ എന്ന് ഓർത്ത് അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. ഇവിടെ വന്നപ്പോൾ തൊട്ട് സങ്കീർത്തനമൊക്കെ പാടുമ്പോൾ മുഴുവൻ എനിക്ക് ബൈഹാർട്ടാണ്. കാരണം രാത്രിയിൽ ഞാൻ എങ്ങനെയൊക്കെ കേൾക്കുന്നില്ലെന്ന് പറഞ്ഞാലും ദൈവം എൻ്റെ ആത്മാവിൽ അതിനെ ഉറപ്പിച്ചിരുന്നു. അതുകൊണ്ട് സങ്കീർത്തനമൊക്കെ എനിക്കെല്ലാം അറിയാൻ പാടാനും സാധിച്ചു. ഒത്തിരി നന്ദി. പാട്ട് വേണ്ട ബ്രദറെ.